പൂർണ്ണ ഹാപ്പിയല്ല. സമീപിച്ചിരുന്നോ ഈ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട്? ഇത് ഇപ്പോൾ ഈ എയറിൽ ഇങ്ങനെ സംസാരിക്കുന്നതല്ലാതെ അവർക്ക് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് കൃത്യമായിട്ട് അറിയാം. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഞാനത് ചർച്ചയിലേക്ക് കൊണ്ടുവരാം. ചർച്ച നടത്തുന്നൊക്കെ പുറത്ത് നേതാക്കൾ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്ക്, ഇനി അങ്ങനെ ഒരു ചർച്ചയുണ്ടെന്ന് വിചാരിക്കുക, ഇത് പുറത്ത് പറഞ്ഞുകൊണ്ട് നടക്കുമോ? ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഇത് പുറത്ത് പറഞ്ഞുകൊണ്ട് നടക്കുമോ? അപ്പോൾ അങ്ങനെ ഒരു ചർച്ചയില്ല. ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ സ്വാഗതം ചെയ്യുന്നു എന്ന് സന്തോഷം. പക്ഷേ ഇപ്പോൾ ഘടകകക്ഷിയുടെ പുറകെ കേരള കോൺഗ്രസിൻ്റെ നിലപാട് അറിയിച്ചു, ഇപ്പോൾ CPIയുടെ പുറകെ. അപ്പോൾ അങ്ങനെ ഒരു ചർച്ചയും ഇല്ല. അങ്ങനെ കേരള കോൺഗ്രസ് കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത തെരഞ്ഞെടുപ്പ്, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അതോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിൻ്റെ സ്ട്രാറ്റജീസ് എങ്ങനെ വേണം എന്ന് പരിശോധിക്കാനും ആലോചിക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോൾ കൂടുകയാണ്. രാവിലെ തൊട്ട് വൈകിട്ട് വരെയുണ്ട്. രാഷ്ട്രീയ സാഹചര്യം മാറിയാലും LDF തന്നെ തുടരും. ഇപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ അല്ലേ വരുന്നത്, രാഷ്ട്രീയ സാഹചര്യം മാറിയാലും LDFിനൊപ്പം തന്നെ. അത് ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ എന്തിനാണ്? രാഷ്ട്രീയ സാഹചര്യം മാറിയില്ലല്ലോ. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്തായിരുന്നു. ഓരോരോ ഘട്ടത്തിലും അതൊരു മുൻതൂക്കം, LDFിന് മുൻതൂക്കമുള്ള സ്ഥലമല്ല. ഒരു പ്രാവശ്യമാണ് അവിടെ ജയിച്ചത് LDF ചിഹ്നത്തിൽ. അതിനുശേഷം സ്വതന്ത്രം നിന്ന് ജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു വലിയൊരു ഫൈറ്റ് കൊടുത്തു, അതേ ഉള്ളൂ. ഈ നേതൃനിരയിലുള്ളവർക്ക് LDF തുടരണമെന്ന് പറയുമ്പോഴും പക്ഷേ അണികൾക്കിടയിൽ വലിയ രീതിയിൽ UDFിലേക്ക് മടങ്ങി പോകണമെന്നുള്ളൊരു വികാരം അവരുടെ താഴെത്തട്ടിൽ പല ആളുകളും നമ്മളോട് തന്നെ പങ്കുവെക്കാറുണ്ട്. അങ്ങനെ ഒരു വികാരം പാർട്ടിക്കുള്ളിലുണ്ട്, അത് ചർച്ച ചെയ്യും. എല്ലാ കാര്യവും ചർച്ച ചെയ്തതിനൊന്നും കുഴപ്പമില്ല. അങ്ങനെ ഒരു വികാരമൊന്നുമില്ല. നമുക്കറിയാം കൃത്യമായി കേരള സമൂഹത്തിൻ്റെ വികാരം എന്താണെന്നുള്ളത്. മാത്രമല്ല, ഒരിക്കലും നടക്കില്ല എന്ന് ചിന്തിച്ച വികസന പദ്ധതികൾ പോലും ഇടതുപക്ഷം നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പൂർണ്ണ ഹാപ്പിയല്ല. സമീപിച്ചിരുന്നോ ഈ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട്? ഇത് ഇപ്പോൾ ഈ എയറിൽ ഇങ്ങനെ സംസാരിക്കുന്നതല്ലാതെ അവർക്ക് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് കൃത്യമായിട്ട് അറിയാം. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഞാനത് ചർച്ചയിലേക്ക് കൊണ്ടുവരാം. കൂടുതൽ സീറ്റുകൾ ചോദിക്കാനോ? അല്ല, അത് തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ 2020 കാലഘട്ടത്തിൽ അന്നേരം നമ്മളറിയാം പെട്ടെന്നൊരു തീരുമാനമാണ്. നമ്മൾ UDF നിന്ന് കേരള കോൺഗ്രസ് പാർട്ടിയെ പുറത്തേക്കാക്കി. ആ പുറത്തേക്കാക്കിയതിന് ശേഷം പെട്ടെന്നാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാകുന്നത്. അതുകൊണ്ട് കൂടുതൽ ചർച്ചയ്ക്ക് പോകാനായിട്ട് കഴിയാതെ പോയി. അപ്പോൾ കൂടുതൽ നമുക്ക് അർഹതപ്പെട്ട സീറ്റുകൾ പല സ്ഥലത്തും ലഭിക്കാതെയും പോയിട്ടുണ്ട്, പല ജില്ലകളിലും പോയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും കൂടുതൽ ചർച്ച അതിനാവശ്യമാണ്. ഇപ്രാവശ്യം ചർച്ച ചെയ്ത് നമുക്ക് അർഹതപ്പെട്ട പ്രദേശങ്ങളിൽ കൂടുതൽ സീറ്റ് ലഭിക്കാനുള്ള ശ്രമം നടത്തും.